منها خلقناكم وفيها نعيدكم ومنها نخرجكم تارة أخرى. പിടിമണ്ണ് വാരി വെക്കുമ്പോ നിബിതങ്ങളുടെ കണ്ടടങ്ങൾ നിറഞ്ഞ താടിരോമത്തിലൂടെ കണ്ണുനീര് ഖദീജ ബീവി എന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കഫം തുണി പോലും നനയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് കരയുകയാണ്. ജനാസ ഖബറടക്കി നിബിതങ്ങൾ പിന്നെ ഒരുപാട് വിവാഹം കഴിച്ചു. അല്ലാഹുവിന്റെ റസൂൽ 63 വയസ്സ് വരെ ജീവിച്ചു. പെണ്ണേ, നിബിതങ്ങൾ ഖദീജാനെ മറന്നില്ല. ഒരു നല്ല ഭക്ഷണം കൊണ്ട് വന്നു കൊടുത്താൽ, ആരെങ്കിലും നല്ല ഒരു ഭക്ഷണം നിബിതങ്ങൾക്ക് വന്നു കൊടുത്താൽ അല്ലാഹുവിന്റെ റസൂല് ഖദീജയുടെ കൂട്ടുകാരികൾക്ക് കൊടുത്തു വിടുമായിരുന്നു, ഭാര്യയുടെ കൂട്ടുകാരികൾക്ക് കൊടുത്തു വിടുമായിരുന്നു. മരിച്ച ഭാര്യയോട് നിബിതങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. എന്തു പറഞ്ഞാലും നിബിതങ്ങൾ പറയും ഖദീജ ഖദീജ ഖദീജ. മറ്റുള്ള ഭാര്യമാരോട് പറയും എന്റെ ഖദീജ അങ്ങനെയായിരുന്നു, നിന്നെ പോലെയൊന്നുമായിരുന്നില്ല. നിബിതങ്ങളുടെ നാവിൽ എപ്പോഴും ഖദീജയാണ്. ജീവിച്ചിരുന്നപ്പോഴല്ല, മരിച്ചതിന് ശേഷമാണ് പറയുന്നത്. നിബിതങ്ങൾ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോ ആയിഷ ബീവിക്ക് സഹിച്ചില്ല. ആയിഷ ബീവിക്ക് ദേഷ്യമായി. അവിടെന്ന് ചോദിച്ചു, നബിയെ എപ്പോ നോക്കിയാലും ഖദീജ 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 ഖദീജ, വേറെ ഭാര്യമാരൊന്നുമില്ലേ? ഈ കിളവിയോട് മാത്രം ഇത്ര സ്നേഹമുണ്ട്? അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞു. പെങ്ങള്, നിബിതങ്ങള് കരഞ്ഞടോ. എന്തിനാണ് കരഞ്ഞതെന്നറിയുമോ? തന്റെ ഖദീജയെ കിളവി എന്ന് വിളിച്ചപ്പോ, തന്റെ ഖദീജാനെ കിളവി എന്ന് പറഞ്ഞപ്പോ നിബിതങ്ങളുടെ കണ്ണ് നിറയുകയാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നീയൊന്നും എന്റെ ഖദീജയെ പോലെയാകില്ല. ഇതിനാണ് സ്നേഹമെന്ന് പറയുന്നത്, ഇതിനാണ് സ്നേഹമെന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു സ്നേഹമാണ് ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടത്. അതുകൊണ്ട് പറയുകയാ, നീ മരണപ്പെട്ട നിന്റെ ഭാര്യ പറയണം നീ നല്ലവനാണെന്ന്. എന്റെ ഇക്കയാരാണെന്നറിയോ? 5 നേരം നിസ്കരിക്കുന്ന മനുഷ്യനാ. ഏതോ പാതിരാത്രി വന്ന് കിടന്നുറങ്ങിയാൽ സുബഹി നിസ്കരിക്കാൻ എഴുന്നേക്കുന്ന ഭർത്താവാ. പറയുമ്പോ ഭാര്യയ്ക്ക് വല്ലാത്ത ഒരു മനസ്സുണ്ടാകണം, വല്ലാത്ത ഒരു ധൈര്യത്തോടെ ഇക്കാ 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 എന്ന് പറയാ 100 നാവ് വേണം മക്കളെ. അതുകൊണ്ട് നീ നിന്റെ ഭാര്യയെ കുറിച്ച് നല്ലത് പറയിപ്പിക്ക്, നീ നല്ലവനായി ജീവിക്ക്. എങ്കിലും നിന്റെ ഭാര്യ നിന്നെ കുറിച്ച് നല്ലത് പറയും. ഉമ്മാ, ഭർത്താവിനെ കൊണ്ട് നല്ലത് പറയിപ്പിക്കും. ഉമ്മാ, എന്റെ ഭാര്യയാണ്, എന്റെ ഭാര്യയുടെ ദുആയുടെ പുറത്താ ഞാൻ നടക്കുന്നത്. എനിക്ക് ദുആ ചെയ്യാൻ എന്റെ ഭാര്യയുണ്ടല്ലോ. ഒരു ഭർത്താവ് പറയണം, എനിക്കൊന്നും വരില്ല, എനിക്ക് എന്ത് രോഗമാണെങ്കിലും മാറും. കാരണം നിസ്കാരപ്പായിലിരുന്നു കൊണ്ട് നെഞ്ചു പൊട്ടിയിട്ട് കരയാൻ, എനിക്ക് ദുആ ചെയ്യാൻ എന്റെ ഭാര്യയുണ്ടല്ലോ. അവള് മതി എനിക്ക് ദുആ ചെയ്യാൻ. ഭാര്യയെ കുറിച്ച് പറയുമ്പോ ഭർത്താവിന് വല്ലാത്ത ഈമാനാകണം പെങ്ങള്. അങ്ങനെ പറയണമെങ്കിൽ റബ്ബനാ ഹബിലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുനിന വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. നീ ദുആ ചെയ്യണം, നീ ദുആ ചെയ്യണം. അല്ലാഹുവേ, എന്റെ ഭാര്യയെ നന്നാക്കണം, എന്റെ ഭർത്താവിനെ നന്നാക്കണം, എന്റെ മക്കളെ നന്നാക്കണം, എനിക്ക് കണ്ണിന് കുളിർമയുള്ളവരാക്കണം. എന്നിട്ട് പറയണം, അല്ലാ എന്നെ നന്നാക്കണേ, അല്ലാ എന്നെ നന്നാക്കണേ, അല്ലാ. ഭാര്യ പറയണം, ഭർത്താവ് പറയണം, എന്നെ നന്നാക്കണം തമ്പുരാനെ. ലിൽ മുത്തഖീന ഇമാമാ, എന്നെ ഇമാമാക്കണമല്ലാ. പള്ളിയിലെ ഇമാമല്ല, എന്റെ ഭാര്യക്കും എന്റെ മക്കൾക്കും മാതൃകയാകുന്ന ഒരു നല്ല മനുഷ്യനാക്കി എന്നെ മാറ്റണേ അല്ലാ.
നീ ദുആ ചെയ്യണേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മന്നസിനാ അലൈഹി അർബഅതു ഖൈറാ വജബതു ലഹുൽ ജന്നാ. അതുകൊണ്ട് നിന്നെക്കുറിച്ച് നല്ലത് പറയുന്ന ഒരു കൂട്ടുകാരൻ, നീ മരണപ്പെട്ട നല്ലത് പറയുന്ന ഭാര്യ, നല്ലത് പറയുന്ന ഭർത്താവ്, ഇവരുടെ സാക്ഷിമതി നിനക്ക് രക്ഷപ്പെടാൻ. അല്ലാഹുവേ സ്വർഗം നൽകണേ അല്ലാ, സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തണേ അല്ലാ. നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സമയം 11:25. അൽഹംദുലില്ലാ. സമയം വിഷയം പറഞ്ഞു തീർക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ സമയമില്ലാത്തത് കൊണ്ട് നാളെ വെള്ളിയാഴ്ചയാണ്, എനിക്ക് ജുമയ്ക്ക് പള്ളിയിലെത്തണം. നിങ്ങൾക്ക് സുബഹി, നമുക്കൊക്കെ സുബഹി നിസ്കരിക്കണം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആയുസ്സും ആരോഗ്യവും ഭാഗ്യവും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് കൂടാം, ബാക്കി പറയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞതും കേട്ടതുമൊക്കെ അള്ളാഹു ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് ഉസ്താദന്മാരുണ്ട്, മുദരിസീങ്ങളുണ്ട്, എന്നെക്കാലം അറിവുള്ളവരാ, നിങ്ങളിലധികം പേരും എന്നെക്കാളും പ്രായമുള്ളവരാ. ഞാനൊരു മുത്തഅല്ലിമ, എന്തെങ്കിലും എൻ്റെ നാവിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും പൊരുത്തപ്പെട്ടേക്കണം. അള്ളാഹു പുറത്തുവരുമാറാകട്ടെ. പൊരുത്തപ്പെടൂലേ? അള്ളാഹു നമുക്കൊക്കെ പുറത്തുവരുമാറാകട്ടെ. ദുആ ചെയ്യാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം തരുമാറാകട്ടെ. ദുആ ചെയ്തൂടെ? ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. തങ്ങൾക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. എന്നോട് പറഞ്ഞു, ഉസ്താദ് മദ്രസയുടെ വരുമാനമില്ല, മദ്രസ 300 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്, 10 ഉസ്താദന്മാർ, ഒരു നിസ്കാര പള്ളിയുണ്ട്, വേറെ വരുമാനമൊന്നുമില്ല. തങ്ങൾ പറഞ്ഞപ്പോൾ കണ്ടോ, ഒരു ഗ്രൂപ്പിന്റെ കാര്യം, എന്താ തനാസുർ എന്ന് പറയുന്ന, റമളാനിൽ 2000 രൂപ വെച്ച് കൊടുക്കുന്നത് കൊണ്ടാണ് ഈ പള്ളിയുടെ 2ാം നില ഇങ്ങനെ ആക്കിയെടുത്തത്. അൽഹംദുലില്ലാഹ്. അല്ലാഹു അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, തങ്ങളുടെ വലിയൊരു ആഗ്രഹം, ഇവിടെ ഒരു ഓഡിറ്റോറിയം പണിത് കഴിഞ്ഞാൽ ഒരു വരുമാനമാകുമല്ലോ. ഈ സ്ഥലത്തല്ലേ അതിന്റെ ഉദ്ഘാടനം നടന്നു, പൈസ ഒന്നുമില്ല, അതിന്റെ ഉദ്ഘാടനം നടന്നു. അൽഹംദുലില്ലാഹ്. അല്ലാഹു അത് ഖൈറിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളെ കൊണ്ട് വിചാരിച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും സഹോദര. നമ്മളെ കൊണ്ട് കഴിയുന്ന നമുക്ക് കൊടുക്കാൻ കഴിയണം. നമ്മൾ ചെറുതോ വലുതുമല്ല, ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിയുക. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സദഖകൾ നിങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. നല്ല മരണം വേണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കുക. നല്ല പരകൈയുള്ളവരുണ്ടോ? നല്ല മരണം വേണം. അല്ലാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു നല്ല മരണം തരുമാറാകട്ടെ. നല്ല മരണമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നല്ല മരണമെന്ന് പറഞ്ഞാൽ അല്ലാഹുവേ പടച്ചവനെ കടങ്ങളൊക്കെ തീർത്ത് തൗബ ചെയ്ത് ഒളുവോടുകൂടി നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലാഹുവേ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തിൽ മലക്കുകൾ സ്വാഗതം പറയുന്നത് കേട്ട് സ്വർഗത്തിന്റെ ചിത്രം കണ്ട് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഷഹീദിനെ പോലെ ഷഹാദത്ത് കലിമ പറഞ്ഞ് സ്വർഗത്തിന്റെ ചിത്രം കണ്ടിട്ട് മരിക്കണം. നെറ്റിത്തടം വിയർക്കണം, മൂക്കിന്റെ ദ്വാരം വികസിക്കണം, മുഖത്തു പ്രകാശമുണ്ടാകണം, ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടാകണം, ശരീരത്തിൽ സുഗന്ധമുണ്ടാകണം. ഈ 15 കാര്യം ലഭിക്കുമ്പോഴാണ് അതിന് നല്ല മരണം എന്ന് പറയുക. അതിനാണൊരു നല്ല മരണം എന്ന് പറയുന്നത്. എല്ലാവർക്കും വേണ്ടത് നല്ല മരണമാണ്. അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹു നൽകുമാറാകട്ടെ. തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ, എന്ത് ചെയ്തിട്ട്? എല്ലാവർക്കും വേണ്ടത് നല്ല മരണമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നല്ല മരണം വെറുതെ കിട്ടുമോ? നല്ല മരണം കിട്ടണമെങ്കിൽ ഒരു നന്മയെങ്കിലും ചെയ്യണ്ടേ? 1000 നന്മയൊന്നും ചെയ്യണ്ട, ഒരു നന്മയെങ്കിലും ചെയ്തവനല്ലേ അള്ളാഹു നല്ല മരണം കൊടുക്കൂ. എന്നാ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നമ്മൾ ചെയ്ത നന്മ എന്താ? നമ്മൾ ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ട്, നിസ്കരിക്കാറുണ്ട്. ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോ ഇന്ന ആഴത്തേനെയും കുൽഹുവല്ലയും 4 പേര് കാണാനുണ്ടെങ്കിൽ വലിയ സൂറത്ത്. നമ്മൾ ചെയ്യുന്ന നോമ്പ് പിടിക്കാറുണ്ട്. എല്ലാവർക്കും അറിയാം നീ നോമ്പ് പിടിക്കുന്നത്, നീ തഹജ്ജുദ് നിസ്കരിക്കണ നാട്ടുകാർക്ക് മൊത്തം അറിയാം, അള്ളാഹ്ക്ക് അറിയത്തില്ല. ഞാനും നിങ്ങളും ചെയ്ത ഏത് നന്മയാ അള്ളാഹുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്? പറയാൻ ധൈര്യമുണ്ടോ നമുക്ക്? നമുക്ക് പിന്നെ നല്ല മരണം വേണം. എന്ത് ചെയ്തിട്ടാ ഉപ്പ, എന്ത് ചെയ്തിട്ടാ ഉമ്മ? നീ ചെയ്ത ഒരു നന്മ പറ. എന്തെങ്കിലും ഒരു നന്മ ചെയ്യണ്ടേ? ഇന്ന് രാത്രി മരിച്ചാലും എപ്പോ അസ്റായിൽ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നാലും ഒരു നല്ല മരണം കിട്ടാൻ ഒരു നന്മയെങ്കിലും ചെയ്യണ്ടേ? അത് അള്ളാഹു അറിയണം, നാട്ടുകാരറിയണ്ട.
അല്ലാഹ് അറിയട്ടെ. അല്ലാഹ് അറിയുന്ന ഒരു നന്മ ചെയ്യ്, ഒരു രഹസ്യമായിട്ടുള്ള ഒരു നന്മ, അള്ളാഹുവിന്റെ തൃപ്തി കരുതിയിട്ടൊരു നന്മ, എന്തെങ്കിലും ഒരു നന്മ ചെയ്തു വെച്ചാൽ അള്ളാഹു നമ്മളുടെ മരണസമയത്ത് നമ്മളോട് കരുണ കാണിക്കുമല്ലോ. അപ്പം മരണത്തിന്റെ വേദന വല്ലാത്തത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഈ പെണ്ണുങ്ങൾ പറയും, ഉസ്താദെ പ്രസവത്തിന് മരണവേദനയാണ്. ആരാ ഉമ്മ പറഞ്ഞേ? ആരാ ഉമ്മ പറഞ്ഞേ? എന്റെ പൊന്നാര പെങ്ങളെ, നീ പ്രസവിക്കുമ്പോ ഒരു ഡോക്ടറും 3 നേഴ്സും അല്ലേ നിന്റെ കയ്യും കാലും പിടിച്ചേ? എന്നാൽ ഒരാൾ റൂഹ് പിടിക്കുന്ന സമയം 70 മുതൽ 70,000 മലക്കുകൾ വരുമെന്ന് റൂഹ് പിടിക്കുമ്പോ. 70,000 മലക്കുകൾ ഒരു മനുഷ്യന്റെ കയ്യും കാലും പിടിച്ചു വെക്കുമ്പോഴാ റൂഹ് വലിച്ചു പറിക്കുന്നത്. അതെന്ത് മരണവാവപ്പ! കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. മരണത്തിന് വേദനയുണ്ടെന്ന് അള്ളയാ പറഞ്ഞത്. മരണത്തിന് വേദനയുണ്ടെന്ന്. എടോ, കോഴി അറുത്തിടുന്നത് കണ്ടിട്ടില്ലേ? കോഴിക്കടയിൽ പോകും, കോഴി അറുത്തിട്ടിങ്ങനെ തറയിലിടുമ്പോ കോഴി ചിറകിട്ടടിക്കും, കാലിട്ടടിക്കും, തലയിട്ടടിക്കും, തുള്ളി ചാടും. നമ്മളിങ്ങനെ രസിച്ചു നോക്കി നിൽക്കും. ഉളുഹിയ മൃഗത്തെ അറുത്തിടുമ്പോ അത് കിടന്ന് കയ്യും കാലും ഇട്ടടിക്കുന്നത് നമ്മളിങ്ങനെ നോക്കി നിൽക്കും. പക്ഷേ നീ ചിന്തിക്കുന്നുണ്ടോ, ഈ തലയിട്ടടിച്ചത്, ഈ കാലിട്ടടിച്ചത്, ഈ ചിറകിട്ടടിച്ചത് മരണത്തിന്റെ വേദന താങ്ങാൻ പറ്റാതാണ് അത് ചെയ്യുന്നത് എന്ന് നമുക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതുപോലെ ഒരു മരണം എന്നെ തേടി വരും, നിങ്ങളെ തേടി വരും. ആ മരണം നമ്മളെ തേടി വരുമല്ലോ. അള്ളയല്ലേ പറഞ്ഞത് മരണത്തിന് വേദനയുണ്ടെന്ന്? ഖുർആനിൽ വിശ്വസിക്കുന്നവനല്ലേ നീ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. മരണത്തിനൊരു രുചിയുണ്ട്, മരണത്തിനൊരു വേദനയുണ്ടെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വഫാത്താകുന്നതിന്റെ തലേ ദിവസം പെട്ടെന്ന് ഞെട്ടി ഉണർന്നിട്ട് ആയിഷയെ വിളിച്ചിട്ട് പറഞ്ഞു, ആയിഷ, ഇന്ന സ്ഥലത്ത് കുറച്ച് ദിർഹം ഇരിക്കുന്നുണ്ട്, എടുത്തുകൊണ്ടുവാ. ആയിഷ ബീബി എടുത്തുകൊണ്ട് കൊടുത്തപ്പോൾ നബി തങ്ങൾ കരഞ്ഞടോ. എന്തേ നബിയെ കരയുന്നേ? ആയിഷ, ഇതെന്റെ വീട്ടിലിരിക്കുന്ന സമയത്താണ് ഞാൻ മരിക്കുന്നതെങ്കിൽ അള്ളാഹിനോട് ഞാൻ എന്തു പറയും ആയിഷ? അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് സദക്ക കൊടുക്ക്, പാവങ്ങൾക്ക് കൊണ്ടുകൊടുക്ക്. ആയിഷ ഉമ്മ കൊണ്ടുപോയി കൊടുത്തടോ. ആ നബിതങ്ങളാണ് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ലോകത്തോട് വിട പറയുമ്പോ അസ്റായിൽ എന്ന് പറയുന്ന മലക്കിനോട് ചോദിച്ചു, അസ്റായിലെ ഒന്ന് പതുക്കെ പിടിക്കുവോ, എനിക്ക് വേദനിക്കുന്നു അസ്റായിൽ, എനിക്ക് വേദനിക്കുന്നു അസ്റായിൽ, ഒന്ന് പതുക്കെ പിടിക്ക അസ്റായിലെ. നബിതങ്ങളെ വേദന സഹിക്കാൻ കഴിയാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. എഴുന്നേക്കും, തിരിച്ചു കിടക്കും. തന്റെ അടുത്ത് വെച്ചിരുന്ന പാത്രത്തിനകത്ത് നിന്ന് വെള്ളം കോരി നബിതങ്ങളുടെ മുഖത്തൊഴിച്ചു. മരണത്തിന്റെ വേദന താങ്ങാൻ പറ്റാതെ അള്ളാഹുവിന്റെ പ്രവാചകൻ അപ്പോഴാണ് പറഞ്ഞത്, ഇന്നലിൽ മൗത്തില സക്കറ. വാപ്പാ, നബിതങ്ങളുടെ മരണത്തിന് പോലും ഇത്ര വേദനയുണ്ടായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങളുടെ ഓരോരുത്തരുടെയും അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് ഞാൻ പറയുകയാ, അള്ളാഹ് നമ്മളോട് കരുണ കാണിക്കണം. ആ മരണസമയത്ത് അള്ളാഹു നമ്മളോട് കരുണ കാണിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു നന്മ നമ്മുടെ ജീവിതത്തിൽ ചെയ്യണം. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ടാകണം. അബൂ അബീ താലിബിന്റെ മലഞ്ചെരുവിലല്ലാ എല്ലാവരും പട്ടിണിയാ, കഴിക്കാ ഭക്ഷണമില്ല, പ്രയാസമാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഭക്ഷണം ഒരാളും കൊടുക്കുന്നില്ല, സഹായിക്കുന്നില്ല. അവസാനം ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വിശപ്പ് സഹിക്കാൻ കഴിയാതെ തന്റെ വാപ്പാടെ മുമ്പിൽ ചെന്നിട്ട്, വാപ്പാ, എനിക്ക് വിശക്കുന്നു വാപ്പാ. തന്റെ ഉപ്പാടെ മുമ്പിൽ ചെന്നിട്ട് വിശക്കുന്നു എന്ന് പറയാറ്. ആ 6-7 വയസ്സുള്ള ഫാത്തിമ എന്ന് പറയുന്ന ചെറിയ മകളുണ്ടല്ലോ, പടച്ച റബ്ബേ, നബിതങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് വിശക്കുന്നു എന്ന് പറയാൻ ചെല്ലുമ്പോ ഫാത്തിമ ബീബി കാണുന്ന രംഗമെന്തെന്നറിയോ? വിശപ്പ് സഹിക്കാൻ കഴിയാതെ അള്ളാഹുവിന്റെ പ്രവാചകൻ ഇരുന്ന് ഇല കടിച്ചു കൊണ്ടിരിക്കുകയാ. ഉപ്പാ വിശക്കുന്നു എന്ന് പറയുമ്പോ നബിതങ്ങൾ കഴിക്കുന്നത് വൃക്ഷത്തിന്റെ ഇല പറിച്ചിട്ട് കടിച്ചുകൊണ്ടിരിക്കുകയാ. വിശപ്പ് സഹിക്കാൻ കഴിയാതെ നബിതങ്ങളും കുടുംബവും വൃക്ഷത്തിന്റെ ഇലകൾ പറിച്ച് കഴിക്കുകയാണ്. പടച്ച റബ്ബേ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ വിശന്ന് തളർന്നു കിടക്കുന്ന മക്കളെ പിടിച്ചു മടിയിൽ കിടത്തിയിട്ട് വളരെ സങ്കടത്തോടെ ഇരിക്കുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു, ഖദീജ, നീ
നിന്റെ വീട്ടിൽ പോ ഖദീജ. ആരാണ് ഖദീജ എന്നറിയോ? ആരാ ഖദീജ എന്നറിയോ? പെങ്ങളെ, ഖദീജയുടെ സമ്പത്തിന്റെ വലുപ്പം എത്രയെന്നറിയോ? കോടീശ്വരിയായിരുന്നു ഖദീജ. ഖദീജ കോടീശ്വരന്റെ മകളായിരുന്നു, ഒരുപാട് സമ്പത്തുള്ളവളായിരുന്നു. ആ ഖദീജ ബീവിയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഇലകടിച്ചുകൊണ്ട് മലഞ്ചെരുവിൽ കിടക്കുന്നത്. നബിതങ്ങൾ പറഞ്ഞു, ഖദീജ നീ പട്ടിണി കിടന്നിട്ടില്ല ഖദീജ. നിനക്ക് ദുഃഖമെന്തെന്നറിയില്ല, പട്ടിണി എന്താണെന്നറിയില്ല, പ്രയാസം എന്താണെന്നറിയില്ല. കാരണം നീ കൊട്ടാരത്തിൽ ജീവിച്ചവളാ, ഒരുപാട് സമ്പത്തിന്റെ നടുവിൽ ജീവിച്ചവളാ, നിനക്ക് പട്ടിണി കിടന്ന് ശീലമില്ലല്ലോ. അതുകൊണ്ട് ഖദീജ, മക്കളെയും വിളിച്ചുകൊണ്ട് നീ നിന്റെ വീട്ടിലേക്ക് പോ ഖദീജ. അള്ളാന്റെ റസൂല് ഖദീജ ബീവിയോട് പറയുകയാ, പായിപ്പാടുള്ള പെങ്ങന്മാരെ, ഇത് നിങ്ങൾക്കൊക്കെ പഠിക്കാനുള്ളതാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാ മനസ്സില്ലാത്ത പെങ്ങൾക്ക് പഠിക്കാനുള്ളതാ. അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീവിയോട് പറയുകയാ, നിനക്ക് പട്ടിണി കിടന്ന് ശീലമില്ലല്ലോ, നിനക്കതാത് ദുഃഖവും ദുരിതവും എന്താണെന്ന് നിനക്കറിയില്ലല്ലോ. അതുകൊണ്ട് എന്നെ വിട്ടേക്ക് ഖദീജ, ഈ മക്കളെയും കൊണ്ട് നീ നിന്റെ വീട്ടിലേക്ക് പോകൂ, നീ നിന്റെ വീട്ടിലേക്ക് പോകൂ. ഫാത്തിമ ബീവി ഖദീജ ബീവിയുടെ മടിയിൽ കിടക്കുമ്പോഴാ അള്ളാന്റെ റസൂൽ ഇത് പറയുന്നത്. ആ സമയത്ത് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അള്ളാന്റെ റസൂലിനോട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ, എന്നെ പറഞ്ഞു വിടല്ലേ നബിയേ, എന്നെ പറഞ്ഞു വിടല്ലേ നബിയേ. ഖദീജ ബീബി പറയുകയാ, ജീവിക്കുകയാണെങ്കിൽ ഒരുമിച്ച്, ഇനി മരിക്കുകയാണെങ്കിലും ഈ ഖദീജ ഉണ്ട് നബിയേ, മരിക്കുകയാണെങ്കിലും ഈ ഖദീജ കൂടെയുണ്ട് നബിയേ. ജീവിതമാണെങ്കിലും മരണമാണെങ്കിലും എന്നെ ഉപേക്ഷിക്കരുത്. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നത് കേട്ടു വളർന്ന മകളാ ഫാത്തിമ. ഉപ്പയുടെയും ഉമ്മയുടെയും ജീവിതം കണ്ടു വളർന്ന ഫാത്തിമ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പടച്ചവനെ 3 കൊല്ലമാ, 3 ദിവസമല്ല, 3 ആഴ്ചയല്ല, 3 മാസമല്ല, പടച്ചവനെ 3 കൊല്ലമാണ് നിബിതങ്ങളും കുടുംബവുമാ മലഞ്ചെരുവിൽ കിടന്നത്. പടച്ചവനെ വല്ലാത്ത തേങ്ങലായിരുന്നു. സ്വഹാബത്ത് പറയുന്നുണ്ട്, വല്ലാത്ത ഞെരുക്കമായിരുന്നു. അവര് ഇലകൾ പറിച്ച് കഴിക്കുകയാണ്. അവസാനം എന്റെ പ്രിയപ്പെട്ടവര് ശൈബ് അബീ താലിബിൽ നിന്ന് നബിതങ്ങളും കുടുംബവും രക്ഷപ്പെടുകയാണ്. പിന്നെ എല്ലാവരും സഹായിക്കാൻ തുടങ്ങി. പടച്ച റബ്ബേ, അള്ളാഹുവിന്റെ റസൂലും ഖദീജ ബീവിയും മക്കളും വല്ലാത്ത സന്തോഷമുള്ള ജീവിതമാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 15 വയസ്സായി. ഫാത്തിമയുടെ പ്രായം 15 ആയി. സുബ്ഹാനല്ലാഹ്. മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ഉമ്മയ്ക്ക് 65 വയസ്സായി. ഖദീജ ബീവിക്ക് 65 വയസ്സായി. 15 വയസ്സുള്ള ഫാത്തിമ എന്ന് പറയുന്ന പുണ്യമോട് കാണുന്ന രംഗമെന്തെന്നറിയോ? സുബ്ഹാനല്ലാഹ്. 65 വയസ്സുള്ള ഉമ്മയതാ കുളിച്ചുരുങ്ങിയിട്ട് വാപ്പാടെ മടിത്തട്ടിൽ കിടക്കുകയാ. ഫാത്തിമ ബീബി നോക്കുമ്പോ ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ 65 വയസ്സുള്ള ഫാത്തിമ ആയിഷ ഖദീജ എന്ന പ്രിയപ്പെട്ട ഭാര്യ, ആ ഖദീജ ബീബി നബി തങ്ങളുടെ മടിത്തട്ടിൽ കിടക്കുകയാ. എന്നിട്ട് പറയുന്നു, നബിയേ, ഖദീജ ബീവി വല്ലാതെ തളർന്നു പോയി. 3 കൊല്ലം പട്ടിണി കിടന്നിട്ട് ഖദീജ ബീവിക്ക് രോഗം പിടിപെടുകയാണ്. ഒരുപാട് പ്രയാസമായി. മരണത്തിന്റെ സമയമായി, സക്കറാത്തിന്റെ അവസ്ഥയായി. ഉപ്പാടെ മടിയിൽ ഉമ്മ ഇങ്ങനെ തലവെച്ച് കിടക്കുകയാ. എന്നിട്ട് ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോളെ കാണിച്ചിട്ട് നബി തങ്ങളോട് ഖദീജ ബീവി പറയുന്നു, നബിയേ,
എന്റെ പൊന്നുമോളെ പൊന്നുപോലെ നോക്കണേ നബിയേ. ഒരു ഉമ്മയുടെ സഹായം വേണ്ട സമയമാ, ഒരു ഉമ്മ കൂടെ നിൽക്കേണ്ട സമയമാ. തന്റെ പൊന്നാര മകളായ ഫാത്തിമ ബീവിയെ കാണിച്ചിട്ട് മരിക്കുന്നതിന് തൊട്ടു മുമ്പ്, ആ മരണമെടുത്തിരിക്കുന്ന സമയത്ത് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ഭർത്താവായ നബി തങ്ങളോട് പറയുകയാ, എന്റെ പൊന്നുമോളെ പൊന്നുപോലെ നോക്കണേ നബിയേ. എന്റെ മകൾക്കൊരു കുറവ് വരുത്തരുത്, എന്റെ ഫാത്തിമയ്ക്കൊരു കുറവ് വരുത്തരുത്. അള്ളാന്റെ റസൂൽ എന്ന ഭർത്താവിനോട് ഖദീജ എന്ന ഭാര്യ പറഞ്ഞു കൊടുക്കുകയാ, എന്റെ ഫാത്തിമാനെ തല്ലല്ലേ നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ ബീബി പറഞ്ഞു കൊടുക്കുകയാ, എന്റെ ഫാത്തിമാനെ തല്ലരുത്, എന്റെ പൊന്നുമോളെ തല്ലരുത്. ഫാത്തിമ ബീവിയെ കാണിച്ചു കൊടുത്തിട്ട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്നു, എന്റെ മകളെ തല്ലാൻ പാടില്ല. നബിതങ്ങൾ പറഞ്ഞ നബിതങ്ങൾ തന്റെ ഭർത്താവിനോട് ഖദീജ ബീബി പറയുകയാ, ഒരു ഉമ്മയുടെ സഹായം, ഒരു ഉമ്മയുടെ കൂട്ടുവേണ്ട സമയമാണ് ഫാത്തിമയ്ക്ക്. അപ്പോഴാണ് ഫാത്തിമ ബീവി ഖദീജ ബീവി പട്ടിണി കിടന്നിട്ട് രോഗം പിടിച്ചു. 3 കൊല്ലം പട്ടിണി കിടന്നു, ഇലകൾ കഴിച്ചു, ഒരുപാട് രോഗമായി. 65-ാമത്തെ വയസ്സിൽ വഫാത്താകുമ്പോ, ആ മരിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പ് ഉപ്പാന്റെ മടിത്തട്ടിൽ കിടന്നിട്ട് ഭർത്താവിനോട് പറയുകയാ, എൻ്റെ മകളെ നോക്കിക്കൊള്ളണം, എൻ്റെ മകളെ പൊന്നുപോലെ നോക്കണം, ഒരു കുറവും വരുത്തരുത് എൻ്റെ ഫാത്തിമാനെ. എന്നിട്ട് നിബിതങ്ങൾ പറഞ്ഞു, തല്ലരുത് എൻ്റെ ഫാത്തിമയെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിബിതങ്ങൾ പറഞ്ഞു, അത് തന്നെയാ നമ്മളും മനസ്സിലാക്കേണ്ടത് തന്നെ. കല്യാണം കഴിക്കും പള്ളിക്കകത്ത് വന്നിട്ട്, ആണുങ്ങൾ നിക്കാഹ് കഴിക്കുന്ന സമയത്ത് ആ പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്കുണ്ട്, ഉസവ്വിജുക അലാ മാ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ സവ്വജതുക വ അൻകഹതുക ബിന്ദി എന്ന് പറഞ്ഞിട്ട് പറയല്ലോ. എന്താ ഈ പറയണതിനർത്ഥം? എടാ, 18ഉം 20ഉം കൊല്ലം പോറ്റി വളർത്തിയ ഒരു മകളെ നീ കൊടുക്കുന്ന മഹറിന് പകരം നിന്റെ കയ്യിലേക്ക് വെച്ച് തരുമ്പോ ആ വാപ്പായും പറയുന്നത്, എൻ്റെ മോളെ തല്ലല്ലേ എന്നാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്തേ പറയണേ? എന്താ പറയണേ? എന്ത് ചെയ്യരുതെന്ന്? തല്ലരുതെന്ന്. അത് പറഞ്ഞതിൻ്റെ പേരിൽ ഇപ്പൊ അല്ലേ, അത് പറയാൻ തന്നെ പേടിയാ. അള്ളാഹു കാക്കുമാറാകട്ടെ. കാരണം നമ്മള് 8 കൊല്ലം മുമ്പ് ഒരു പ്രസംഗം നടത്തി. എന്താ പ്രസംഗത്തിനകത്ത്? പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന വല്ല സമയം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അത് പറഞ്ഞു കൊടുത്തു. പടച്ചവനെ ഇപ്പൊ 28 കേസം കണ്ടായില്ലേ? 28 കേസായി. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ പറയടോ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതായത് ഉസ്താദ്മാർക്കൊക്കെ എന്തെങ്കിലും പറയാൻ പേടിയാ. എവിടെ എന്തെങ്കിലും പറയും. ഇന്നത്തെ കാലഘട്ടം അങ്ങനെ ആയിപ്പോയി, ഒന്നും പറയാൻ പറ്റൂല. എന്ത് പറഞ്ഞാലും പടച്ചവൻ അതിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങളാണ്. അള്ളാഹു നമ്മുടെ സഹോദരിമാർക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മളും പറയുന്ന എന്താ, ഒരു വാപ്പ പറയുകയാ, എൻ്റെ മകളും മലക്കൊന്നുമല്ല, ഞാൻ 18 വർഷക്കാലം അല്ലെങ്കിൽ 20 വർഷക്കാലം പോറ്റി വളർത്തി എൻ്റെ മകള്, അവളെല്ലാം തികഞ്ഞവളൊന്നുമല്ല, അവൾക്ക് എന്തെങ്കിലും ഒരുപാട് പോരായ്മകളും ന്യൂനതകളും ഉണ്ട്. എൻ്റെ മകൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നിങ്ങൾ ക്ഷമിക്കണം. പുതിയാപ്പളയോട് പറഞ്ഞു കൊടുക്കുന്നത്, എൻ്റെ മകൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ക്ഷമിക്കണം, അല്ലെങ്കിൽ നീ ഉപദേശിക്ക്, നീ അവളെ ഉപദേശിക്ക്, നീ ക്ഷമിക്ക്, തല്ലല്ലേ കൊല്ലല്ലേ എന്നാ പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയെ കാണിച്ചിട്ട് ഖദീജ ബീബിയും പറഞ്ഞത് നബിതങ്ങളോട്, എൻ്റെ മകളെ തല്ലരുത്, എൻ്റെ മകൾക്കൊരു കുറവും വരുത്തരുത്, എൻ്റെ പൊന്നുമോളെ നല്ലതുപോലെ നോക്കണം. അല്ലാഹുവിന്റെ പ്രവാചകനോട് എൻ്റെ പ്രിയപ്പെട്ട ഖദീജ പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെന്ന് പറഞ്ഞു കൊടുത്തു ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളെ അടുത്തേക്ക് വിളിക്കുകയാ. എന്നിട്ട് പറഞ്ഞു, ഫാത്തിമ, ഉമ്മാടെ കയ്യിൽ ആകെ ഉള്ളതൊരു ഒരു മാലയാണ്. ഫാത്തിമ ബീബി അടുത്ത് വിളിച്ചിരുത്തിയിട്ട് മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ കഴുത്തിൽ കിടന്ന ആകെയുണ്ടായിരുന്ന ഒരു മാലയെടുത്തു. എന്നിട്ട് ഫാത്തിമ ബീവിയുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, മോളെ ഫാത്തിമ, ഉമ്മാനെ ഓർമ്മ വന്നാൽ, ഈ ഉമ്മച്ചിയെ ഓർമ്മ വന്നാൽ, നിന്റെ മനസ്സു വേദനിച്ച, നിനക്ക് സങ്കടം വന്നാ ഈ മാലയെടുത്ത് ചുംബിച്ചാ മതി ഫാത്തിമ.
ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളെ പിടിച്ചടുത്തിരുത്തിയിട്ട് ഉമ്മ ഇരുന്ന് കരയുകയാണ്. ഫാത്തിമ ബീവി ചോദിക്കുന്നു, എന്തിനാ ഉമ്മ കരയുന്നത്? മോളെ, നിനക്കൊരുപാട് സ്വർണം വാങ്ങി തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ, എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ. ഞാൻ ഒരുപാട് സമ്പത്തുള്ളവളായിരുന്നു, എല്ലാം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തതാണ്. അവസാനമാകെയുണ്ടായിരുന്ന മാലയെടുത്ത് ഖദീജ ബീവി തന്റെ പൊന്നാര മകളായ ഫാത്തിമയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഫാത്തിമ സൂക്ഷിച്ചു കൊള്ളണം, ഈ മാല നീ കളയരുത്, ഈ മാല നീ നഷ്ടപ്പെടുത്തരുത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളുടെ കയ്യിലേക്ക് അതാ ഉമ്മ വെച്ചു കൊടുക്കുകയാണ്. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ മരണപ്പെടുകയാ. വാപ്പയോട് പൊരുത്തം ചോദിച്ചു. വാപ്പാടെ മടിത്തട്ടിൽ കിടന്നു കെട്ടിപ്പിടിച്ചുകൊണ്ട് 65-ാമത്തെ വയസ്സിലെ ചുടുചുംബനം കൊടുത്തിട്ട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ലോകത്തോട് യാത്ര പറയുകയാണ്. പടച്ചവനെ, നബിതങ്ങളെ തകർന്നു പോയി, അല്ലാഹുവിന്റെ റസൂൽ തളർന്നു പോയി. ഖദീജ ബീവിയുടെ മരണം നബിതങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചു. ഫാത്തിമയ്ക്കറിയാ ഉമ്മ ഖദീജയോട് വല്ലാത്ത സ്നേഹമാ. വാപ്പയുടെ ജീവനായിരുന്നു ഖദീജ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മരണമുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാതെ തകർക്കുകയാ, അള്ളാന്റെ റസൂലിനെ വല്ലാതെ തളർത്തുകയാ. നിബിതങ്ങൾക്ക് വല്ലാത്ത വേദനയായി. പടച്ചവനെ, നിബിതങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് ഒറ്റയ്ക്കിരിക്കുമ്പോ ചിന്തിക്കണം പെങ്ങളെ, ചിന്തിക്കണം ഇന്നത്തെ യുവതലമുറ ചിന്തിക്കാൻ പഠിക്കുകയാ. അതാ ഉമ്മ മരിച്ചു പോയിട്ട് വേദന സഹിക്കാൻ കഴിയാതെ വീടിനകത്തിരിക്കുന്ന വാപ്പാടെ ചാരത്ത് ചെന്നിട്ട് ഫാത്തിമ എന്ന ചെറിയ മകള് ചോദിക്കുന്നു, എന്തു പറ്റി വാപ്പാ? ഉപ്പാനെ സമാധാനിപ്പിക്കുകയാ, ഉപ്പാനെ സമാധാനിപ്പിക്കുകയാ. ഉപ്പാനൊരു കുറവും വരുത്തിയില്ല. ഉമ്മ മരിച്ച വേദനയിൽ ആ പൊന്നുമോള് തന്റെ വേദന മുഴുവനും മനസ്സിന്റെ ഉള്ളിൽ കടിച്ചമർത്തിയിട്ട് നബിതങ്ങളെന്ന പിതാവിനെ സമാധാനിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞത്, ഉമ്മു അബീഹാ, ഫാത്തിമയെ വിളിച്ചത് ഉമ്മു അബീഹ, വാപ്പാടെ ഉമ്മ, വാപ്പാടെ ഉമ്മ. നബിതങ്ങൾ ഫാത്തിമയെ വിളിക്കുന്നത് വാപ്പാടെ ഉമ്മയെന്ന. കാരണം ഖദീജ ബീവിയുടെ മരണത്തിനു ശേഷം നബിതങ്ങളുടെ ഉമ്മയായിരുന്നു ഫാത്തിമ, നബിതങ്ങളുടെ ഉമ്മയായിരുന്നു ഫാത്തിമ. കരയുന്ന മകനെ സമാധാനിപ്പിക്കുന്നത് പോലെ, സങ്കടപ്പെടുന്നവരെ സമാധാനിപ്പിക്കുന്നത് പോലെ പായിപ്പാട് പള്ളിയുടെ മുമ്പിൽ ഒരുമിച്ച് കൂടിയവര് കച്ചവടം തകർന്നു പോകുമ്പോ, പടച്ചവനെ സാമ്പത്തിക നഷ്ടം വരുമ്പോ, വേദന സഹിക്കാൻ കഴിയാതെ വല്ലാത്ത ദുഃഖം വരുമ്പോ, പാതിരാത്രി വീടിന്റെ ഹാളിനകത്ത് ലൈറ്റ് അണച്ചിട്ട് ഒറ്റയ്ക്കിരിക്കുമ്പോ നമ്മുടെ മുഖമൊന്നു വാടിയാ, നമ്മള് സങ്കടത്തോടെ ഇരുന്ന അമ്മ വന്നിട്ട് ചോദിക്കും, എന്തു പറ്റിയടാ മോനെ, എന്തു പറ്റി മോനെ? നമ്മുടെ ഉമ്മ വന്ന് സമാധാനിപ്പിച്ച മനസ്സിന് വല്ലാത്ത ഒരു കുളിർമയാ. ഇതുപോലെ അള്ളാഹുവിന്റെ റസൂല് തന്റെ ഭാര്യ മരിച്ച വേദനയിൽ ഇരിക്കുമ്പോ സ്വന്തം മകള് ചെന്നിട്ട് ഒരു ഉമ്മ തന്റെ മകനെ സമാധാനിപ്പിക്കുന്നത് പോലെ ഫാത്തിമ ബീവി ചെന്നിരുന്നിട്ട് ഉപ്പാനെ സമാധാനിപ്പിക്കുകയാ. അപ്പോഴാ മകളെ കുറിച്ച് പഠിച്ചു നോക്കണോ, ആ മകളുടെ മനസ്സിനെ കുറിച്ച് പഠിച്ചു നോക്ക്. നബിതങ്ങളാണ് പറഞ്ഞു, ഉമ്മു ഹബീബ. നബിതങ്ങൾ അവിടെ നിന്ന് പറയുകയാ, ഉമ്മുൽ അള്ളാന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ, അതാ വാപ്പയുടെ ഉമ്മ. എന്റെ പ്രിയപ്പെട്ടവരെ, നബിതങ്ങളുടെ പ്രയാസങ്ങളിൽ മുഴുവനും ഫാത്തിമ കൂടെയുണ്ട്. ഫാത്തിമ എന്ന് പറയുന്ന ഈ പൊന്നുമോള് അള്ളാഹുവിന്റെ റസൂലിന്റെ സങ്കടത്തിലും ദുഃഖത്തിലും കൂടെയാ. രണ്ടുപേരും വല്ലാത്ത ഒരു ജീവിതമാണ്. ഫാത്തിമ ബീവിയുടെ വിവാഹപ്രായമെത്തി, ഫാത്തിമ ബീവിക്ക് വിവാഹപ്രായമെത്തി. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തീരുമാനിച്ചു, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വിവാഹം കഴിച്ചു കൊടുക്കാൻ, തന്റെ പൊന്നാര മകളെ കെട്ടിച്ചു കൊടുക്കാൻ അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് തീരുമാനിച്ചു. പടച്ചവനെ, നബിതങ്ങൾ ഫാത്തിമയെ കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു എന്നറിയുമ്പോ കോടീശ്വരന്മാര് നബിതങ്ങളുടെ
വീട്ടിലേക്ക് കടന്നു വരികയാ. സമ്പന്നന്മാര് കടന്നു വന്നു, ഒരുപാട് വലിയ വലിയ സ്വഹാബികൾ കടന്നു വന്നു. എന്തിനാ? നബി തങ്ങളുടെ പൊന്നുമോളെ കല്യാണം കഴിക്കാ. അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് സമ്മതിക്കുന്നില്ല. നബി തങ്ങൾ അതിന് തയ്യാറായില്ല. പടച്ചവനെ, നബി തങ്ങളെ പിന്നെ ആർക്കാണ് തന്റെ പൊന്നാര മകളെ കെട്ടിച്ചു കൊടുത്തതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അലിയാര് തങ്ങൾക്ക് ഫാത്തിമ എന്ന് പറഞ്ഞ വല്ലാത്ത ജീവനാ, പ്രണയമായിരുന്നു എന്ന് നിങ്ങൾ ആരും കാണരുത്, പറയരുത്. ഫാത്തിമ ബീവി അലിയാര് തങ്ങൾ പ്രണയിച്ച് കെട്ടിയതാണെന്ന് പറയരുത്. അലിയാര് തങ്ങൾക്ക് ഫാത്തിമയോട് വല്ലാത്ത സ്നേഹമായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമാണോ? പായിപ്പാടുള്ള 5 നേരം നിസ്കരിക്കുന്ന പടച്ചറബിനെ പേടിയുള്ള ഫർദ് ധരിച്ച് ഹിജാബ് ധരിച്ച് നടക്കുന്ന ഒരു മുസ്ലിം പെണ്ണിനെ കണ്ട ഏത് ഉപ്പയും ചിന്തിക്കും, പടച്ചവനെ, ഇവളെ എനിക്ക് മരുമകളായി കിട്ടിയിരുന്നെങ്കിലോ, എന്റെ മകന് ചേർന്ന പെണ്ണാട്. ഏതൊരു മനുഷ്യനും കൊതിക്കുമല്ലോ, ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുമല്ലോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമകളെ കല്യാണം കഴിക്കാൻ കൊതിക്കാത്തവരില്ല. അലിയാര് തങ്ങൾക്ക് ഫാത്തിമയോട് വല്ലാത്ത സ്നേഹമാ. കാരണം രണ്ടുപേരും ഒരു വീട്ടിലാണ്. 4ാമത്തെ വയസ്സ് മുതൽ അലിയാര് തങ്ങളെ ജീവിക്കുന്നത് നബി തങ്ങളുടെ കൂടെയാ, വാപ്പയുടെ സ്ഥാനമാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കല്യാണം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. എല്ലാവരും വന്നു പെണ്ണ് ചോദിക്കുന്നുണ്ട്, നബി തങ്ങൾ സമ്മതിക്കുന്നില്ല. അലിയാര് തങ്ങളാണെങ്കിൽ നബി തങ്ങളുടെ മകളായ ഫാത്തിമാനെ വല്ലാത്ത ഇഷ്ടമാ. ഫാത്തിമയ്ക്കും അങ്ങനെ തന്നെയാ. ഫാത്തിമ ബീബിക്കും അലിയാര് ഒരിക്കലും നിങ്ങൾ ഇതിന് ദുർവ്യാഖ്യാനം ചെയ്യരുത്. ഇനി പെൺകുട്ടികൾ പറയും, കണ്ടോ അലിയാര് തങ്ങൾ പ്രയണിച്ച കെട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് പോകരുത്. അങ്ങനല്ല. ഫാത്തിമ ബീവിക്കും ഇഷ്ടമാണ്, അലിയാര് തങ്ങൾക്കും ഇഷ്ടമാണ്. അത് പ്രണയമായിരുന്നില്ല. അപ്പൊ ആരോ പറഞ്ഞു, അലിയെ നീ അറിഞ്ഞോ ഫാത്തിമയെ കല്യാണ ആലോചന നടത്താം. ഫാത്തിമ ബീബിയെ കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. കല്യാണ ആലോചനയൊക്കെ നടത്തുന്നുണ്ട്. നീ ഇങ്ങനെ നടന്നോടാ ചങ്ങാതി. അവള് പറയുമല്ലോ, ഇന്നത്തെ ചെറുപ്പക്കാര് പറയുമല്ലോ, നീ അറിഞ്ഞില്ലേടാ കല്യാണ ആലോചനയൊക്കെ നടക്കാം, നീ ഇങ്ങനെ നടന്നോ. ഫാത്തിമ ബീബിയുടെ കല്യാണ ആലോചന നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ അലിയാര് തങ്ങൾ തീരുമാനിച്ചു, ഇനി എന്തായാലും വിടൂല, പോയി ചോദിക്കാം. ചങ്കൂറ്റമായി ഇങ്ങനെ ഇളക്കുമല്ലോ. കൂട്ടുകാരിളക്കുന്ന സമയത്ത് കാമുകിയുടെ വീട്ടിൽ ചെന്നിട്ട് വാപ്പാനോട് പറയും, നിങ്ങളുടെ മോളെ എനിക്ക് ഇഷ്ടമാണെന്ന് പറയാൻ ഇങ്ങനെ ചങ്കൂറ്റുള്ളവരുണ്ടല്ലോ. ഫാത്തിമ ബീബിയെ കുറിച്ച് പറഞ്ഞപ്പോ അലിയാര് തങ്ങൾ പറഞ്ഞു, എന്തായാലും തീരുമാനിച്ചു, നബി തങ്ങളോട് ചോദിക്കണം. നേരെ പോയി നബി തങ്ങളുടെ വീട്ടിൽ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് നേരെ കയറി ചെന്നു. നബി തങ്ങൾ ചോദിച്ചു, എന്തേ അലിയെ? അലിയാര് തങ്ങൾ മിണ്ടണില്ല. അലിയാര് തങ്ങളോട് ചോദിച്ചു, എന്തേ അലിയെ, എന്താ വന്നേ? നബി തങ്ങൾ ചോദിച്ചപ്പോ അലിയാര് തങ്ങൾ ഒന്നും മിണ്ടണില്ല. കാരണം പോയി, ഉള്ള ധൈര്യമൊക്കെ പോയി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരൊറ്റ ചോദ്യം ചോദിച്ചു, അലിയെ, എന്റെ ഫാത്തിമയെ നീ കല്യാണം കഴിക്കുമോ? വൈദ്യര് കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചത് ഒന്നെന്ന് പറയണ പോലെ നബി തങ്ങൾ അങ്ങോട്ട് ചോദിച്ചു, എൻ്റെ മകള് ഫാത്തിമാനെ നീ വിവാഹം കഴിക്കുമോ? അലിയാര് നിങ്ങൾ വെടികൊണ്ടതുപോലെ നിന്നിട്ടുണ്ടാകും. അങ്ങോട്ട് തന്നെ ചോദിച്ചു, എൻ്റെ മകളെ നീ വിവാഹം കഴിക്കുമോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹുവിന് സ്വപ്നമാണോ ഇങ്ങനെ നിക്ക വെടികൊണ്ടതുപോലെ? നബി തങ്ങൾ പിന്നെയും ചോദിച്ചു, അലിയേ, എൻ്റെ ഫാത്തിമാനെ നിനക്ക് ഇഷ്ടമാണോ? നീ കല്യാണം കഴിക്കാൻ തയ്യാറാണോ? മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു തലകുലിക്ക് സമ്മതിച്ചു. നബി തങ്ങൾ അലിയാര് തങ്ങളോട് ചോദിച്ചു, അലിയേ, നിന്റെ കയ്യിൽ എന്താ ഉള്ളേ? മരുമകനായി തിരഞ്ഞെടുക്കാൻ പോകുന്ന തൻ്റെ പ്രിയപ്പെട്ട മകളെ കെട്ടിച്ചു കൊടുക്കാൻ പോകുന്ന ചെറുപ്പക്കാരനോട് ചോദിച്ചു, നിനക്ക് എന്താ ഉള്ളത്? അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബിയെ, എനിക്കൊരു കുതിരയുണ്ട്, ദുൽഫുക്കാർ എന്ന് പറയുന്ന ഒരു വാളുണ്ട്, ഒരു പടയങ്കിയുണ്ട്. ഈ 3 സാധനമല്ലാതെ എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല. ഉള്ള കാര്യം തുറന്നങ്ങ് പറഞ്ഞു. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറല്ല, ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ എന്തോ പറയും, 2 ഏക്കർ സ്ഥലമുണ്ട്, ഒരു ഫ്ലൈറ്റ് ഉണ്ട്, ഇല്ലാത്ത കാര്യങ്ങൾ മുഴുവനും പറയും. പക്ഷെ അലിയാര് തങ്ങൾ ഉള്ളത് തന്നെ പറഞ്ഞു, ഒരു കുതിര, ഒരു വാള്, ഒരു പടയങ്കി, ഇതല്ലാതെ വേറെ ഒന്നുമില്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അലിയാര് തങ്ങളുടെ ജോലി എന്തായിരുന്നു അറിയോ? അലിയാര് തങ്ങൾ പുല്ലു വെട്ടികെട്ട് കൊണ്ടുപോയി ഒട്ടകമുള്ള വീടുകളിൽ കൊണ്ടുകൊടുക്കും, കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കും. ഇതാണ് അലിയാര് തങ്ങളുടെ ജീവിതം.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്രയും വലിയ ദരിദ്രനായ ഒരു സ്വഹാബിയെ തെരഞ്ഞെടുത്തതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം ചരിത്രം പഠിക്കും മനസ്സിലാവും. നമ്മൾ അങ്ങനല്ല. നമ്മൾ ചോദിക്കുന്നത്, പടച്ചവനെ, മക്കളെ കെട്ടിക്കാൻ പ്രായമായി കഴിഞ്ഞാൽ ആദ്യം ചോദിക്കും, എന്തുണ്ട്, വല്ലതും ഉണ്ടോ, കാശുണ്ടോ, ജോലിയുണ്ടോ, എത്ര വീടുണ്ട്, പണമുണ്ട്, ഇതൊക്കെ നമ്മൾ തിരക്കുക. ദീനുണ്ടോ എന്ന് ആരും ചോദിക്കാറില്ല. ചങ്ങാതി, പണമല്ല, സൗന്ദര്യമല്ല, കുടുംബ മഹിമയല്ല, ദീനുണ്ടോ എന്ന് നോക്കണമെന്നാ. ദീനുണ്ടോ എന്ന് നോക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അലിയാര് തങ്ങൾ പറയുന്നു, യാ റസൂലല്ലാഹ്, ഒരു കുതിരയുണ്ട് നബിയേ, ദുൽഫുഖാർ എന്ന് പറയുന്ന വാളുണ്ട് നബിയേ, ഒരു പടയങ്കിയുണ്ട് നബിയേ. നബി തങ്ങൾ പറഞ്ഞു, കുതിര വാഹനമാണ്, സഞ്ചരിക്കാൻ വേണം, വാള് യുദ്ധം ചെയ്യാൻ വേണം. ആ പടയങ്കി എടുത്തുകൊണ്ട് വാ, ആ പടയങ്കി എടുത്തുകൊണ്ട് വാ. അലിയാര് തങ്ങൾ പടയങ്കി എടുത്തുകൊണ്ട് നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ചന്തയിൽ പോയി ഇത് വിറ്റിട്ട് വാ. പടച്ചറബ്ബേ, ഫാത്തിമയെ വിവാഹം കഴിക്കാനുള്ള കുതി കാരണം അലിയാര് തങ്ങൾ ഓടുകയാണ്. മാർക്കറ്റിലേക്ക് പോയി, ചന്തയിലേക്ക് പോയി, എന്നിട്ട് പടയങ്കിയും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അല്ലാഹുവേ, ആരാ വരുന്നതെന്നറിയോ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അലിയാര് തങ്ങളുടെ ചാരത്ത് വന്നിട്ട് ചോദിക്കുന്നു, അലിയേ, എന്തു പറ്റി ഇവിടെ നിൽക്കുന്നത് എന്തിനാണ്? ഈ പടയങ്കി വിൽക്കാൻ വന്നതാണ്. നബി തങ്ങളെ വിറ്റിട്ട് പോകാൻ പറഞ്ഞിരിക്കുകയാണ്. ഫാത്തിമയെ കല്യാണം കഴിച്ചു തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പടയങ്കിയുമായി നിൽക്കുന്ന ഉസ്മാൻ തങ്ങളെ കണ്ടപ്പോ അലിയാര് തങ്ങളോട് പറഞ്ഞു, അലിയേ, 480 രൂപ തരാ. പടച്ചവനെ, ആ പടയങ്കി വാങ്ങിയിട്ട് 480 രൂപ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അലിയാര് നിങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി അവിടെ നിന്ന് തിരിച്ചു പോകാൻ തയ്യാറാകുമ്പോ ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, അലിയേ, നീ ഒരു യോദ്ധാവാണ്, ഈ പടയങ്കി നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. 480 രൂപയും കൊടുത്തു, ആ പടയങ്കിയും കൊടുത്തു. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് ഓടി വരികയാ. നബി തങ്ങളുടെ മുമ്പിലേക്ക് ഓടി വരികയാ. 480 രൂപ കൊണ്ടുവന്ന മുത്തുനബിയുടെ കയ്യിൽ കൊടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അലിയേ, 400 ദിർഹം ഫാത്തിമയ്ക്ക് മഹറാണ്. 400 ദിർഹം ഫാത്തിമയ്ക്ക് മഹറാണ്. 80 ദിർഹം കൊടുത്തിട്ട് പറഞ്ഞു, പുതിയാപ്പളയോട് പറയുകയാ, പോയിട്ട് പുതുവസ്ത്രമെടുക്ക. സുബ്ഹാനല്ലാഹ്, 80 രൂപയുമായിട്ട് അലിയാര് തങ്ങൾ പുതുമ പാട്ടിക്ക് വസ്ത്രമെടുക്കുകയാ. എന്റെ പടച്ചറപ്പേ, അവിടെ നിന്ന് പുതുവസ്ത്രം മേടിച്ചു കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. പായിപ്പാടുള്ള യുവതലമുറ പഠിക്കാൻ പറയുകയാ. സ്വപ്നലോകത്ത് ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സ്വർഗത്തിന്റെ നേതാവായ ഫാത്തിമയുടെ കല്യാണത്തിന്റെ രംഗമാ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 80 രൂപ കൊടുത്ത് അവിടെ നിന്ന് പറ്റുന്ന വസ്ത്രങ്ങൾ വാങ്ങി ഫാത്തിമ ബീബിയുടെ വീട്ടിൽ കൊണ്ടുകൊടുത്തു. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമകള് പുതുമണവാട്ടിയായി പുതുവസ്ത്രം ധരിച്ചുകൊണ്ട് കല്യാണ പന്തലിലേക്ക് ഇറങ്ങി വരുമ്പോ ഫാത്തിമ പുതുവസ്ത്രം ധരിച്ചിട്ട്, കല്യാണത്തിന്റെ പുതുവസ്ത്രം ധരിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് ഇറങ്ങി വരുമ്പോ വീടിന്റെ ചാരത്തിരുന്നൊരാള് കരയുകയാ. വീടിന്റെ പരിസരത്ത് ഒരാളിരുന്ന് കരയുകയാ. ആരാ കരയുന്നതെന്നറിയോ? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വീടിന്റെ പരിസരത്തിരുന്ന് കരയുകയാ. എന്തിനാ കരയുന്നത്? അബൂബക്കർ തങ്ങളെ എന്തിനാ കരയുന്നത്? ഫാത്തിമയുടെ വിവാഹ ദിവസമല്ലേ, സന്തോഷത്തിന്റെ ദിവസമല്ലേ, എന്തിനാണ് വീടിന്റെ പരിസരത്തിരുന്ന് ഒറ്റയ്ക്ക് കരയുന്നതെന്ന് ചോദിച്ചപ്പോ അബൂബക്കർ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ ചെറുപ്പക്കാരാ?
മോനെ അബൂബക്കർ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? സഹാബാ, ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ മുത്തുനബിയുടെ പൊന്നുമോള് കല്യാണത്തിന്റെ ഇട്ടിരിക്കുന്ന വസ്ത്രം കണ്ടോ സഹാബ? എന്റെ മുത്തുനബിയുടെ പൊന്നുമോൾ ഇട്ടിരിക്കുന്ന പുതുവസ്ത്രം കണ്ടോ? ആ മണവാട്ടി ഇട്ടിരിക്കുന്ന വസ്ത്രം കണ്ടോ? സഹിക്കുന്നില്ല സഹാബ. നിബിതങ്ങളുടെ പൊന്നാര മകളിട്ടിരിക്കുന്ന പുതുവസ്ത്രം കണ്ടിട്ട്, അതിന്റെ അവസ്ഥ കണ്ടിട്ട് സങ്കടം വന്ന് അബൂബക്കർ തങ്ങൾ അവിടെ നിന്ന് കരഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, പായിപ്പാടുള്ള ചെറുപ്പക്കാരാ, നിനക്കിത് തിരിയണമെന്നില്ലടാ പൊന്നുമോര്. എന്റെ പെങ്ങളെ, ഇതൊക്കെ നിങ്ങൾക്ക് തിരിയുമോ എന്ന് എനിക്കറിയില്ല. കാരണം കല്യാണത്തിന്റെ ദിവസം വീട്ടിലെ ആൺകുട്ടി ആണുങ്ങൾക്കും അതുപോലെ കൂട്ടുകാർക്ക് മുഴുവനും ഒരേ കളറുള്ള വസ്ത്രമാ. ആണിനും പെണ്ണിനും വസ്ത്രമുണ്ട്, മാതാപിതാക്കൾക്ക് വസ്ത്രമുണ്ട്. പക്ഷേ ഇന്നങ്ങനെയല്ലടോ, തന്റെ ഫ്രണ്ട്സുകൾക്ക് മുഴുവനും ഒരേ കളറുള്ള വസ്ത്രമാ. പെണ്ണുങ്ങൾക്ക് മുഴുവനും ഒരേ കളറുള്ള ചുരിദാറാ. എന്തൊരടിച്ചുപൊളിയെന്നറിയോ, എന്തൊരാർഭാടമെന്നറിയോ? പടച്ചവനെ, ഹാജിയാരുടെ മക്കളുടെ കല്യാണവും ഇങ്ങനെ തന്നെയാ. അറിവുള്ളവനും അറിവില്ലാത്തവനും സമന്മാരാവുകയാ. എന്തൊരാർഭാടമാണോ, എന്തൊരു പേക്കൂത്താടോ. ലക്ഷങ്ങളെ ചെലവഴിച്ചുകൊണ്ട് തന്റെ പൊന്നാരുടെ മക്കളുടെ വിവാഹങ്ങൾ ഉത്സവം പോലെയാക്കുന്ന മുസ്ലിമേ, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ലടോ. നിങ്ങൾ നല്ല വസ്ത്രം ധരിക്ക്, നല്ലതുപോലെ ഭക്ഷണം കൊടുക്ക്, നല്ലതുപോലെ നടത്തിക്കോ. പക്ഷേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കാമല്ലോ, വേണ്ടാത്ത അനാചാരങ്ങൾ ഉപേക്ഷിക്കാമല്ലോ. ഇന്നത്തെ വിവാഹങ്ങളൊക്കെ പറയാൻ പറ്റുന്നതല്ലല്ലോ. കോടികൾ ചെലവഴിച്ച് ആർഭാട വിവാഹം നടത്തിയിട്ട് നാലിൻ്റെ വീട്ടിൽ വന്നിരുന്ന മക്കളുടെ കഥ കണ്ടില്ലേ? എന്തേ ചിന്തിക്കാത്തത്? എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങളുടെ പൊന്നാര മകള് പുതുമണവാട്ടിയായി ഇറങ്ങി വരുമ്പോ കരയുകയാ. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കരയുകയാ. കാരണം കൂട്ടുകാരനായ നബി തങ്ങളുടെ മകളാ. പടച്ച റബ്ബേ, കല്യാണത്തിന്റെ കാര്യമായി അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, അലിയേ, വലീമ നടത്തണമല്ലോ, ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണമല്ലോ, എന്തുണ്ട് അലിയേ? അള്ളാന്റെ റസൂല് ചോദിക്കുമ്പോ അലിയാര് നിങ്ങളെ തലതായിട്ട് നിൽക്കുകയാ. നിക്കാഹ് കഴിഞ്ഞാ പിന്നെ വലീമ കൊടുക്കണം. നബിതങ്ങൾ ചോദിച്ച്, എന്തുണ്ട് അലിയെ? എന്താണ് ജനങ്ങൾക്ക് വലീമ കൊടുക്കണമല്ലോ, എന്തുണ്ട്? 80 രൂപയുടെ വസ്ത്രവും വാങ്ങി പുതുവസ്ത്രവും കഴിഞ്ഞ് എല്ലാം പേടിച്ചിട്ട് വെറും കൈയോടെ നിൽക്കുന്ന അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുന്നു, എന്താ വലീമ വാങ്ങാൻ? അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ മിണ്ടാതെ ഇരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോഴാണ് മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അലിയെ, ഒരാടിനെ ഞാൻ തരാം, എൻ്റെ വീട്ടിലൊരാടുണ്ട്, നിനക്ക് വലീമ കൊടുക്കാൻ ആടിനെ ഞാൻ തരാം. 3 സ്വഹാബത്ത് പറഞ്ഞു, ഗോതമ്പ് മാവ് ഞങ്ങൾ തരാം, ഞങ്ങളുടെ കയ്യിൽ ഗോതമ്പുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ആടിനെയും ആ ഗോതമ്പ് കൊണ്ട് ഭക്ഷണമുണ്ടാക്കിയിട്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോളുടെ വിവാഹം നടന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നബിതങ്ങളുടെ പൊന്നാര മകളുടെ കല്യാണത്തിന്റെ രംഗമായത്. എന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യമുണ്ടോ? എന്തുകൊണ്ടാണ് നബിതങ്ങൾ ഫാത്തിമയെ അലിയാര് തങ്ങളുടെ കയ്യിൽ കൊടുത്തത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീനിനാണ് നമ്മൾ പരിഗണന കൊടുക്കേണ്ടത്. പായിപ്പാടുള്ള ഉപ്പമാരോടും ഉമ്മമാരോടും പറയുന്നു, നിങ്ങൾ പോറ്റി വളർത്തുന്ന നിങ്ങളുടെ മക്കളെ കെട്ടിച്ചു കൊടുക്കുമ്പോ ആദ്യം നോക്കേണ്ടത് അവന് പായിപ്പാട് പള്ളി വന്ന് നിസ്കരിക്കുമോ എന്ന് നോക്ക്. അവൻ 5 നേരം നിസ്കരിക്കുന്നവനാണോ? അവൻ ഖുർആൻ ഓതുന്നവനാണോ? അവന് ഖുർആൻ ഓതാൻ അറിയോ? സുബ്ഹാനല്ലാഹ്,